ചിത്രം വിചിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമകൾ നമുക്കെന്നും ഹരമാണ്. അതുപോലെ തന്നെയാണ് സിനിമയിലെ താരങ്ങളും. പ്രേക്ഷകർ ആരാധകരും ആസ്വാദകരും ഒക്കെയായി മാറുന്നത് ഈ ഇഷ്ടത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചിട്ടാണ്. അതുപോലെ തന്നെയാണ് സിനിമയിലെ നടീനടന്മാർ താരങ്ങളും സൂപ്പർ താരങ്ങളും ആകുന്നത്. ഏറ്റവും അധികം പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്നവർ സൂപ്പർ താരങ്ങളായി മാറുകയും ചെയ്യും. മലയാള സിനിമയിൽ വിവിധ കാലഘട്ടങ്ങളിലായി നിരവധി സൂപ്പർ താരങ്ങളാണ് ഉദയം ചെയ്തിട്ടുള്ളത്. അവരിൽ ഏറ്റവും അധികം ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരു കലാകാരന്റെ വിശേഷങ്ങളുമായിട്ടാണ് ചിത്രം വിചിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നത്. മലയാളികൾക്ക് മുൻപിൽ പ്രത്യേകിച്ച് ഒരു മുഖവരയുടെയോ പരിചയപ്പെടുത്തലിന്റെയോ ആവശ്യമില്ലാത്ത ഒരു നടൻ, നമ്മളെല്ലാവരും സ്നേഹപൂർവ്വം ലാലേട്ടൻ എന്ന് വിളിക്കുന്ന മോഹൻലാലിന്റെ വിശേഷങ്ങളുമായി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. സൂര്യ കമ്പനിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. 1978 ലാലേട്ടന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ചേർന്നുണ്ടാക്കിയ നിർമ്മാണ കമ്പനിയായ ഭാരത് സിനിമാസിന്റെ തിരനോട്ടം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അത്. ബുദ്ധിമാന്ദ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ സൈക്കിൾ ചവിട്ടാൻ ശ്രമിച്ച് മറിഞ്ഞു വീഴുന്നതും തുടർന്നുണ്ടാകുന്ന നർമ്മരംഗങ്ങളുമായിരുന്നു ആദ്യം ചിത്രീകരിച്ചത്. സെൻസർ ബോർഡുമായി ഉണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം പുറത്തിറങ്ങാതെ പോയ തിരനോട്ടം എന്ന സിനിമയുടെ ഈ രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ നടന്റെ ആദ്യ ഷോട്ടായി ഇത് മാറുമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, ലാലേട്ടന്റെ വീടിന്റെ മുൻപിൽ തന്നെയാണ് ഈ രംഗങ്ങൾ ചിത്രീകരിച്ചത് എന്നുള്ളത് മറ്റൊരു കൗതുകമാണ്. കർത്താവേ, എന്നിൽ കരുണയുണ്ടാകണമേ, ഇവൾക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ. കർത്താവ് ഇവളുടെ മനസ്സിന്റെ അകത്ത് കയറിയിരുന്ന് എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണേ. 4 പതിറ്റാണ്ടുകളായി മലയാള സിനിമയുടെ മുഖമായി നിറഞ്ഞു നിൽക്കുന്ന നടനാണ് ശ്രീ മോഹൻലാൽ. അദ്ദേഹം അഭിനയിച്ച് പ്രേക്ഷകരുടെ മുൻപിൽ ആദ്യമായി എത്തിയ ചിത്രമായിരുന്നു 1980 പുറത്തിറങ്ങിയ നവോദയയുടെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. മോഹൻലാലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയമായി മാറിയ മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിന്റെ സംവിധായകനായ ഫാസിലിന്റെ ആദ്യ ചിത്രം കൂടിയായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ചിത്രത്തിൽ ഒരു വില്ലൻ കഥാപാത്രത്തെയാണ് ലാലേട്ടൻ അവതരിപ്പിച്ചത്. ഈ ചിത്രത്തിന്റെ വിജയത്തിനു ശേഷം നിരവധി അവസരങ്ങളാണ് തൊട്ടടുത്ത വർഷം മുതൽ ലാലേട്ടനെ തേടി എത്തിയിരുന്നത്. ഇന്ന് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്ന പല സൂപ്പർ താരങ്ങളും സിനിമയിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകളെ പറ്റി ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് പരിശ്രമിച്ചും അവസരങ്ങൾക്ക് വേണ്ടി അലഞ്ഞുമാണ് അവർ ഇന്ന് ഈ കാണുന്ന നിലകളിൽ എത്തിയിട്ടുള്ളത്. എന്നാൽ മോഹൻലാലിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചായിരുന്നു സംഭവിച്ചത്. സിനിമയിൽ അഭിനയിക്കുവാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാതിരുന്ന ആളായിരുന്നു മോഹൻലാൽ എന്നതാണ് സത്യം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളുടെയും പിന്നിൽ അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങൾ തന്നെയായിരുന്നു. ആദ്യ സിനിമയായ തിരനോട്ടത്തിൽ അഭിനയിച്ചതും സൗഹൃദത്തിന്റെ പേരിൽ മാത്രം. ചില പെൺകുട്ടികൾ ഇങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര ടഫായിരിക്കും, പക്ഷെ അടുത്ത കഴിഞ്ഞാണ്ടല്ലോ സ്നേഹം കൊണ്ട് നമ്മളെ വീർപ്പൊട്ടിക്കും. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലേക്ക് പുതുമുഖങ്ങളെ തേടുന്നുവെന്ന പരസ്യം ആദ്യം കണ്ടത് മോഹൻലാലിന്റെ സുഹൃത്തുക്കളായിരുന്നു. അക്കൂട്ടത്തിൽ പ്രധാനിയാണ് ഇന്നത്തെ പ്രശസ്ത നിർമ്മാതാവായ സുരേഷ് കുമാർ. അദ്ദേഹത്തെ കൂടാതെ MG ശ്രീകുമാറും പ്രിയദർശനുമെല്ലാം ഈ കൂട്ടുകെട്ടിൽ പെടും. പരസ്യത്തിലുള്ള മേൽവിലാസത്തിലേക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുവാൻ മോഹൻലാലിനെ നിർബന്ധിച്ചതും ഈ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. എന്നാൽ അഭിനയത്തിനോടൊട്ടും താല്പര്യമില്ലാതിരുന്ന മോഹൻലാൽ തന്റെ സുഹൃത്തുക്കളുടെ സ്നേഹപൂർവ്വമുള്ള ഈ നിർബന്ധത്തിനൊടുവിൽ വഴങ്ങുകയായിരുന്നു. ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല, അങ്ങ് ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. സുരേഷ് കുമാർ തന്റെ കൈവശമുള്ള ക്യാമറയിൽ ഫോട്ടോ പകർത്തി. എന്നാൽ ഫോട്ടോസ് കണ്ട മോഹൻലാലിന് അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അയച്ചു കൊടുക്കുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. എന്തായാലും ഫോട്ടോ എടുത്തതല്ലേ, നമുക്കത് അയച്ചു കൊടുക്കാമെന്നുള്ള സുഹൃത്തുക്കളുടെ സ്നേഹപൂർവ്വമുള്ള നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ മോഹൻലാൽ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തു. പിന്നീട് ആ ഫോട്ടോ മലയാള സിനിമയുടെ ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്നതായി മാറി എന്നതാണ് മറ്റൊരു കൗതുകം. നിന്നെയൊക്കെ ജീനിയസ് എന്ന് തന്നെ വിളിക്കണോടാ. അടിമുടി കലാകാരനായ ഒരു വ്യക്തിയെന്ന് മോഹൻലാലിനെ നമുക്ക് വിശേഷിപ്പിക്കുവാൻ സാധിക്കും. അഭിനയം കൂടാതെ ആയോധന കലയിലും ചിത്രകലയിലും പാചകത്തിലുമൊക്കെ അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചിട്ടുമുണ്ട്. അദ്ദേഹം എന്ത് ചെയ്താലും മലയാളികൾക്ക് അതെന്നും ഒരു ആഘോഷം തന്നെയാണ്. ഒരേ സമയം ഒരു മികച്ച നടനും ഒരു വലിയ താരരാജാവുമായി തീരുക എന്ന അത്ഭുത പ്രതിഭാസമാണ് മോഹൻലാൽ എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും. മലയാളികളായ ഓരോരുത്തരും ഒരു മോഹൻലാൽ ഫാൻ ആവുക എന്നത് സാധാരണമായ ഒരു കാര്യം തന്നെയാണ്. കാരണം മലയാളിയായി ജനിച്ച ഏതൊരു മനുഷ്യന്റെയും വികാരമാണ് മോഹൻലാൽ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഇത്
അതൊന്നുമല്ല, ഇതെല്ലാം സത്യമാണ്. മലയാള സിനിമയുടെ വാണിജ്യപരമായ പരമാവധി സാധ്യത എന്താണെന്ന് അറിയണമെങ്കിൽ മോഹൻലാൽ നായകനായ ഒരു പക്ക കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമ തിയേറ്ററുകളിൽ എത്തണം. സിനിമയെ അടുത്തറിയാവുന്ന പലരും പറഞ്ഞിട്ടുള്ള ഒരു സത്യമാണിത്. ഇതിൽ നിന്നും മോഹൻലാൽ എന്ന നടന്റെ വലിപ്പം എത്രത്തോളമാണെന്ന് വ്യക്തമാവുകയും ചെയ്യും. ആളുകൾ തിയേറ്ററിലേക്ക് വരാൻ മടിക്കുകയും തിയേറ്റർ ബിസിനസ് ശുഷ്കമാവുകയും ചെയ്യുന്ന നിരവധി അവസരങ്ങൾ മലയാള സിനിമയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ അവസരങ്ങളിലെല്ലാം തന്നെ മലയാള സിനിമയെ കൈപിടിച്ചുയർത്തിയത് ഏതെങ്കിലുമൊക്കെ ഒരു മോഹൻലാൽ ചിത്രമായിരിക്കും. തിയേറ്ററിലേക്ക് വരാൻ മടിക്കുന്ന ഏതൊരു പ്രേക്ഷകനും മോഹൻലാൽ ചിത്രമാണെന്നറിയുമ്പോൾ ആവേശത്തോടെ എത്തിച്ചേരുന്ന കാഴ്ച മലയാള സിനിമയിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. കയ്യിലിരിക്കട്ടെ വെച്ചേ, ഞങ്ങളുടെ കാര്യം കൊണ്ടുവന്ന് നിങ്ങൾ ഇടിച്ചിട്ട് ഞങ്ങളോട് തട്ടിക്കയറാൻ വരുന്നു. ഇത് എവിടുന്ന് വരുന്നു? മോഹൻലാൽ സ്വാഭാവികമായ നടന ശൈലിക്ക് പ്രശസ്തനാണ്. തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങൾക്ക് വേണ്ടി അദ്ദേഹം മുന്നൊരുക്കങ്ങളൊന്നും നടത്താറില്ല. മറിച്ച് ക്യാമറയ്ക്ക് മുന്നിലെത്തുന്ന നിമിഷം സ്വതസിദ്ധമായ തന്റെ കഴിവുകൊണ്ട് ആ കഥാപാത്രമായി മാറുകയാണ് അദ്ദേഹം ചെയ്യാറ്. ഈ അഭിനയ ശൈലി തന്നെയാണ് അദ്ദേഹത്തെ ഇത്രമാത്രം ശ്രദ്ധേയനാക്കിയതും. വളരെ ലളിതമായ തന്റെ അഭിനയം കൊണ്ട് മലയാളത്തിന് പുറത്തേക്കും തന്റെ ഖ്യാതി പടർത്തുവാൻ മോഹൻലാൽ എന്ന അഭിനയ പ്രതിഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളിലും അദ്ദേഹം അഭിനയിച്ചു. എന്തൊരു മാറ്റം അല്ലേ? സർക്കാർ ഉദ്യോഗസ്ഥനായ വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും രണ്ടാമത്തെ മകനായി 1960 മെയ് 21 പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ മോഹൻലാൽ ജനിച്ചത്. മോഹൻലാലിന്റെ അച്ഛൻ കേരള സെക്രട്ടേറിയറ്റിലെ നിയമവകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു. തിരുവനന്തപുരത്തുള്ള മുടവൻമുകൾ എന്ന സ്ഥലത്തുള്ള തറവാട്ടു വീട്ടിലായിരുന്നു മോഹൻലാലിന്റെ കുട്ടിക്കാലം. അവിടെ തന്നെയുള്ള ഒരു ചെറിയ സ്കൂളിലായിരുന്നു തന്റെ സ്കൂൾ വിദ്യാഭ്യാസം മോഹൻലാൽ ആരംഭിച്ചത്. തത്തമ്മ കൂട്ടിന്ന് പോയാലും അതിന് തിന്നാൻ എപ്പോഴും എന്തെങ്കിലും കിട്ടും. ഞാൻ വല്ലതും കഴിച്ചിട്ട് 2 ദിവസമായി. മോഹൻലാലിന്റെ ജ്യേഷ്ഠന്റെ പേര് പ്യാരിലാൽ എന്നായിരുന്നു. അദ്ദേഹവും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പലർക്കും അറിയാത്ത ഒരു വസ്തുതയാണ്. 1984 വി അശോക് കുമാറിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായ കിളിക്കൊഞ്ചൽ എന്ന സിനിമയിലാണ് പ്യാരിലാൽ അഭിനയിച്ചിട്ടുള്ളത്. 2000 48-ാമത്തെ വയസ്സിൽ പ്യാരിലാൽ മരണത്തിന് കീഴടങ്ങി. അഭിനയം പോലെ തന്നെ മോഹൻലാലിന് ഏറ്റവും അധികം കഴിവും താല്പര്യവുമുള്ള മറ്റൊരു മേഖലയാണ് പാചകം. തന്റെ പാചക നൈപുണ്യം അദ്ദേഹം പുറത്തെടുക്കുന്നത് തനിക്ക് ഏറ്റവും അധികം വേണ്ടപ്പെട്ട ആളുകളുടെ ഇടയിലായിരിക്കും. നിരവധി പാചക പരീക്ഷണങ്ങൾ നടത്തുകയും പരീക്ഷണങ്ങൾ ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങൾ മറ്റുള്ളവർക്ക് നൽകി സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത് മോഹൻലാലിന് വളരെയധികം താല്പര്യമുള്ള ഒരു കാര്യം കൂടിയാണ്. എല്ലാവരെയും നമുക്കൊന്ന് അമ്പരപ്പിക്കണം. പാചകം പോലെ തന്നെ ഭക്ഷണം കഴിക്കുവാനും വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് മോഹൻലാൽ. വളരെ സിമ്പിളായ തന്റെ അഭിനയ ശൈലി പോലെ തന്നെ വളരെ സിമ്പിളായ നാടൻ ഭക്ഷണങ്ങളാണ് മോഹൻലാലിന് ഏറ്റവും അധികം ഇഷ്ടം. എന്നിരുന്നാലും ജാപ്പനീസ് ഭക്ഷണങ്ങളോടാണ് തനിക്ക് പ്രിയമെന്ന് മോഹൻലാൽ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. മോഹൻലാൽ എന്ന താരം മലയാളികൾക്ക് ഇന്നും ഒരു വിസ്മയമാണ്. എത്ര കണ്ടാലും അറിഞ്ഞാലും മോഹൻലാലിനോടുള്ള ഭ്രമം മലയാളികൾക്കൊട്ടും കുറയുകയുമില്ല. മനസ്സ് നിറഞ്ഞു തുളുമ്പുമ്പോഴൊക്കെ ചിലപ്പോഴേ എഴുതാറുണ്ട്. നമുക്ക് എല്ലാവർക്കും വളരെയധികം വേണ്ടപ്പെട്ട ഒരാളോടുള്ള സ്നേഹമാണ് മലയാളികൾക്ക് ഇന്നും ലാലേട്ടനോടുള്ളത്. താൻ കൈകാര്യം ചെയ്തിട്ടുള്ള വേഷങ്ങളും ലളിതവും സ്വാഭാവികവുമായിട്ടുള്ള അഭിനയ രീതിയും തുടങ്ങിയ നിരവധി ഘടകങ്ങളാണ് ലാലേട്ടനെ ഇന്നും മലയാളികളുടെ ഇടയിൽ പ്രിയങ്കരനാക്കി വെക്കുന്നത്. എക്സ്ക്യൂസ് മീ, ടിവിയിലെ പ്രോഗ്രാം ഞാൻ കണ്ടിരുന്നു. വളരെ നന്നായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. മലയാളികളെല്ലാവരും ഒരുപോലെ ഏട്ടൻ എന്ന് വിളിക്കുന്ന നടനാണ് മോഹൻലാൽ. വളരെ പ്രായം കുറഞ്ഞ കുട്ടികൾ മുതൽ പ്രായത്തിന് മോഹൻലാലിനേക്കാൾ മുതിർന്നവർ വരെ ലാലേട്ട എന്നാണ് മോഹൻലാലിനെ വിളിക്കുന്നത്. സ്നേഹവും ബഹുമാനവും വാത്സല്യവും നിറഞ്ഞ ആ വിളി ഇപ്പോൾ തന്റെ പേര് തന്നെയായി മാറിയിരിക്കുന്നു എന്നാണ് മോഹൻലാൽ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്. 1987 മുതലാണ് മോഹൻലാലിനെ എല്ലാവരും ലാലേട്ട എന്ന് വിളിക്കുന്ന രീതി ജനകീയമായി മാറിയത്. ആ വർഷം പുറത്തിറങ്ങിയ സർവകലാശാല എന്ന ചിത്രത്തിലൂടെയായിരുന്നു അത് സംഭവിച്ചത്. ചെറിയാൻ കൽപ്പകവാടിയുടെ രചനയിൽ വേണു നാഗവള്ളി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ ക്യാമ്പസ് ചിത്രത്തിൽ ലാൽ എന്ന കഥാപാത്രത്തെയായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചത്. ക്യാമ്പസിലെ കുട്ടികൾ അദ്ദേഹത്തെ ലാലേട്ട എന്നായിരുന്നു സ്നേഹത്തോടെ വിളിച്ചിരുന്നത്. ഈ ചിത്രം വിജയിച്ചതോടുകൂടി ഈ വിളിയും ജനകീയമായി മാറുകയായിരുന്നു. ഹലോ.
അല്ല സ്വകാര്യ വേള മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ മോഹൻലാലിന് അഭിനയത്തോടൊപ്പം തന്നെ വളരെയധികം താല്പര്യമുള്ള മറ്റൊരു കലാരൂപമാണ് മാജിക്. വളരെയധികം കൈയടക്കത്തോടുകൂടി അദ്ദേഹം മാജിക് അവതരിപ്പിക്കുന്ന രംഗങ്ങൾ മാന്ത്രികം എന്ന സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. പ്രശസ്ത മജിഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ ശിക്ഷണത്തിൽ ഏകദേശം 1 വർഷത്തോളം ലാലേട്ടൻ മാജിക് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അവൾക്കൊരു അബദ്ധം പറ്റിയതാ. ഏറ്റവും അധികം ചിത്രങ്ങളിൽ സ്വന്തം ശബ്ദത്തിൽ ഗാനങ്ങൾ ആലപിച്ച ഒരു സൂപ്പർ താരവും ഒരു പക്ഷേ മോഹൻലാൽ ആയിരിക്കും. അദ്ദേഹം പാടിയ പല ഗാനങ്ങളും സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു നടന് വേണ്ടിയും മോഹൻലാൽ പാടിയിട്ടുണ്ട്. കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിൽ നടൻ അബ്ബാസിന് വേണ്ടിയിട്ടായിരുന്നു അത്. കന്നിപ്പൂവിൻ കന്നിക്കുറുമ്പിൽ എന്ന് തുടങ്ങുന്ന ആ ഗാനം ഇന്നും പ്രേക്ഷകരുടെ ഒരു ഇഷ്ടഗാനം തന്നെയാണ്. മാത്രമല്ല ദൂരദർശന് വേണ്ടി ഒരു ഓണപ്പാട്ടും ലാലേട്ടൻ പാടിയിട്ടുണ്ട്. പാടിക്കോളൂ ബാലു പാടിക്കോളൂ പാടിക്കോളൂ. ഏത് നമ്മൾ ഈ കല്യാണി രാഗത്തില് കമ്പോസ് ചെയ്തില്ലേ? കല്യാണി രാഗത്തിൽ. കല്യാണിയിലല്ലേ അതെ, കമ്പോസ് ചെയ്ത് കമ്പോസ് ചെയ്ത്. ഒരു അഭിനേതാവ് എന്നതിലുപരി മോഹൻലാൽ ഒരു നിർമ്മാതാവ് കൂടിയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ മമ്മൂട്ടിയും മോഹൻലാലും ചേർന്ന സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മളിൽ പലർക്കും അറിയാത്ത മറ്റൊരു വസ്തുതയുമാണ്. മോഹൻലാൽ, മമ്മൂട്ടി, IV ശശി, സീമ എന്നിവർ ചേർന്ന് രൂപീകരിച്ച ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് കാസിനോ പ്രൊഡക്ഷൻസ്. നാടോടിക്കാറ്റ് പോലെയുള്ള നിരവധി ഹിറ്റ് ചിത്രങ്ങളാണ് ഈ പ്രൊഡക്ഷൻ കമ്പനി പുറത്തിറക്കിയിട്ടുള്ളത്. ശമ്പളം തരുന്നവരും കിമ്പളം തരുന്നവരും ഒക്കെ പറയണ കേട്ട് സാറിന്റെ ജോലി ചെയ്യണം. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് സാറിനോട് വിരോധമൊന്നുമില്ല. എന്താ പറ്റിയെന്ന് പറ സാറേ. മറ്റു ധാരാളം മലയാള നടീനടന്മാരെ പോലെ മോഹൻലാലിന് നാടക അഭിനയ ചരിത്രമില്ല. എന്നാൽ ചില സുപ്രധാന നാടകങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട്. മോഹൻലാൽ ആദ്യമായി അഭിനയിച്ച നാടകത്തിൽ മഹാഭാരതത്തിലെ കർണന്റെ വേഷമാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. കാവാലം നാരായണ പണിക്കരുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ സംസ്കൃത നാടകമായ കർണഭാരമായിരുന്നു അത്. ആ നാടകത്തിലെ മികച്ച പ്രകടനത്തിന് ആദരസൂചകമായി കാലടി സംസ്കൃത സർവകലാശാല മോഹൻലാലിന് ഡോക്ടറേറ്റ് നൽകുകയുണ്ടായി. മുകേഷിനോടൊപ്പം ഛായാമുഖി എന്ന നാടകത്തിലും ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ TK രാജീവ് കുമാറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ കഥയാട്ടം എന്ന നാടക രൂപാന്തരത്തിലും മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? സിനിമ ഒരു കലാരൂപം എന്നതിനപ്പുറം ഒരു മായാലോകം കൂടെയാണ്. സിനിമ എന്ന മായിക പ്രഭയിൽ ലയിക്കുവാൻ ശ്രമിക്കാത്തവർ വളരെ ചുരുക്കമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സിനിമയിൽ എന്നുമെല്ലാം അസ്ഥിരമാണ് എന്നതാണ് സത്യം. പേരും പണവും പ്രശസ്തിയും ഗ്ലാമറും സ്ഥാനമാനങ്ങളും ഒക്കെ സിനിമയിലൊന്നും സ്ഥിരമല്ല. ദീർഘനാളുകൾ സിനിമയിൽ ഉണ്ടായിരിക്കുക എന്നത് വളരെ ചുരുക്കം പേർക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ്. അവിടെയാണ് മോഹൻലാൽ എന്ന നടൻ ഒരു അത്ഭുതമായി മാറുന്നത്. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടുകളായി തുടരുന്ന തന്റെ അഭിനയ ജീവിതത്തിൽ മോഹൻലാലിനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് 3 തലമുറകളിൽപ്പെട്ട ആസ്വാദകരാണ്. ഇനി എന്നോട് 2 വാക്ക് സംസാരിച്ചൂടെ? മോഹൻലാലിനെ പോലൊരു നടൻ മലയാള സിനിമയുടെ ഭാഗ്യമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഭാഗ്യത്തിന്റെ ഘടകങ്ങൾ ധാരാളം തുണച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് മോഹൻലാൽ. യാതൊരു അലച്ചിലുകളുമില്ലാതെ സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി സിനിമയിൽ എത്തുവാൻ സാധിച്ചു എന്നതാണ് ഒന്നാമത്തെ ഘടകം. സിനിമയ്ക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് തന്റെ ഒപ്പമുണ്ടായിരുന്ന ബാല്യകാല സുഹൃത്തുക്കൾ സിനിമയിലെ തന്നെ വിവിധ മേഖലകളിലായി വിജയങ്ങൾ കൈവരിച്ചു എന്നത് മോഹൻലാലിന് അനുകൂലമായി സംഭവിച്ച മറ്റൊരു ഘടകമാണ്. നിർമ്മാതാവായി മാറിയ സുരേഷ് കുമാർ, രാജ്യം കണ്ട പ്രശസ്ത സംവിധായകനായി മാറിയ പ്രിയദർശൻ, നടനും നിർമ്മാതാവുമായി മാറിയ മണിയം പിള്ള രാജു, പ്രശസ്ത ഗായകനായി മാറിയ MG ശ്രീകുമാർ എന്നിവരെല്ലാം മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറുകയായിരുന്നു. മതി 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 വിസ്താരം മതി. ഇനി വിധി പ്രസ്താവിച്ചാട്ട്. മോഹൻലാലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. മകന്റെ ഏതൊരു ആഗ്രഹത്തിനും പരിശ്രമത്തിനും പിന്തുണയുമായി നിന്ന അച്ഛനും അമ്മയും മോഹൻലാലിന്റെ ഇന്നത്തെ വിജയത്തിന് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തികളാണ്. അതോടൊപ്പം തന്നെ മോഹൻലാലിന്റെ ജീവിത വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള മറ്റൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയായ സുചിത്ര മോഹൻലാൽ. തമിഴിലെ തന്നെ ഏറ്റവും വലിയ നിർമ്മാതാക്കളിൽ ഒരാളായ ബാലാജിയുടെ മകൾ സുചിത്രയ്ക്ക് തിരശ്ശീലയിൽ കണ്ട മോഹൻലാലിനോട് പ്രണയം തോന്നുകയായിരുന്നു. മോഹൻലാലിന് തന്നെ വിവാഹം കഴിക്കണമെന്ന തന്റെ ആഗ്രഹം വീട്ടുകാരെ അറിയിച്ച സുചിത്ര പിന്നീട് മോഹൻലാലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി മാറി. 100 നാക്കുള്ളവനാ കാര്യം ഒപ്പിച്ചെടുത്തിട്ട് ഇപ്പൊ കമാന്ന് അക്ഷരമുണ്ടോന്നൊക്കെ. ഒരു നടനെന്ന നിലയിലും ഏറ്റവും അധികം ഭാഗ്യം കടാക്ഷിച്ച ഒരു പ്രതിഭയാണ്
മോഹൻലാൽ. മലയാളത്തിലും മറ്റു ഭാഷകളിലുമായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും തലയെടുപ്പോടുകൂടി നിന്നിരുന്ന പ്രേം നസീർ, മധു, ജയൻ, ശിവാജി ഗണേശൻ, അമിതാഭ് ബച്ചൻ തുടങ്ങിയവരോടൊപ്പമെല്ലാം തനിക്ക് അഭിനയിക്കാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമാണെന്ന് മോഹൻലാൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ജി അരവിന്ദൻ, ഭരതൻ, രാം ഗോപാൽ വർമ്മ തുടങ്ങിയ മുൻനിര സംവിധായകരോടൊപ്പം പ്രവർത്തിക്കുവാനുള്ള അവസരത്തിനോടൊപ്പം തന്നെ പ്രശസ്ത എഴുത്തുകാരായ MT വാസുദേവൻ നായർ, പത്മരാജൻ, ലോഹിദാസ് എന്നിവരുടെ നിരവധി കഥാപാത്രങ്ങളെ തിരശീലയിലേക്ക് എത്തിക്കുവാനുള്ള ഭാഗ്യവും മോഹൻലാലിന് ലഭിച്ചിട്ടുണ്ട്. ഇത് ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാണ്. പ്രേം നസീറിന് ശേഷം മലയാളികളുടെ കാമുക ഭാവങ്ങളെ ഉണർത്തിയ മറ്റൊരു നടനാണ് മോഹൻലാൽ എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. സ്വന്തം പ്രണയകാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ മോഹൻലാലിന്റെ ശൈലി അനുകരിക്കുന്ന ഒരു കൂട്ടുകാരനെ ഇന്നും നമുക്കിടയിൽ കാണുവാൻ സാധിക്കുന്നതുമാണ്. കാമുകനായും ഭർത്താവായും മകനായും സഹോദരനായും ഒക്കെ സ്ത്രീകളുടെ മനസ്സിൽ മോഹൻലാൽ ചെലുത്തിയ സ്വാധീനം വളരെ വലുതുമാണ്. ഞാൻ ചികിത്സിക്കട്ടെ? ചികിത്സിച്ചോളൂ, പക്ഷെ ഒരു ഇന്റൻസീവ് ഒരു ഇന്റിമേറ്റ് കെയർ വേണം, എങ്കിലേ അസുഖം ഭേദമാകൂ. തനിക്ക് തൻ്റെ മാതാപിതാക്കൾ ജീവിതത്തിൽ നൽകിയ സ്വാതന്ത്ര്യം തൻ്റെ മക്കൾക്കും നൽകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ. മക്കളായ പ്രണവും വിസ്മയയും വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികളുമാണ്. മോഹൻലാലിൻ്റെ ചെറുപ്പകാലഘട്ടം ഓർമ്മിപ്പിക്കുന്നത് പോലെ തന്നെ സിനിമാ അഭിനയത്തോട് വലിയ ഭ്രമമൊന്നുമുള്ള ആളല്ല മകൻ പ്രണവ്. യാത്രകളും സാഹസികതയുമാണ് പ്രണവിന്റെ ഇഷ്ടലോകം. സാഹിത്യവും എഴുത്തുമൊക്കെ ഇഷ്ടപ്പെടുന്ന വിസ്മയയുടെ സ്വന്തം രചനയിൽ ഒരു പുസ്തകം ഇതിനോടകം പുറത്തിറങ്ങി കഴിഞ്ഞു. കുട്ടികൾ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കട്ടെ എന്നതാണ് മോഹൻലാലിന്റെ അഭിപ്രായം. നമുക്ക് രഹസ്യമായി രജിസ്റ്റർ ചെയ്യാം. മോഹൻലാലുമായി അടുത്ത് ഇടപഴകിയിട്ടുള്ള ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും അദ്ദേഹത്തെ പറ്റി സംസാരിക്കുവാൻ അവർക്ക് 100 നാവായിരിക്കും. ഈ പൂതരോ അഭിനയം കൊണ്ടും പ്രശസ്തി കൊണ്ടും താരമൂല്യം കൊണ്ടും ജനസ്വീകാര്യത കൊണ്ടും മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് മോഹൻലാൽ. കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും സിനിമയുടെ പ്രസക്തി എത്തിച്ച മഹത് വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. താനൊരു മരുന്ന് പറഞ്ഞാടോ? ഒരു മരുന്ന് ആദ്യം ഇങ്ങോട്ട് എടുക്ക, എന്നാ മറുമരുന്ന് പറഞ്ഞുതരാം. തനിക്ക് വേണ്ടേ? ഒരു നടൻ എന്നതിലുപരി മലയാള സിനിമയിലെ വിവിധ തരത്തിലുള്ള റെക്കോർഡുകളുടെ തോഴൻ കൂടിയാണ് മോഹൻലാൽ. കളക്ഷന്റെ കാര്യത്തിലും അവാർഡുകളുടെ കാര്യത്തിലും മാത്രമല്ല, സ്വന്തം പ്രൊഡക്ഷന്റെ കാര്യത്തിലും റെക്കോർഡ് നേടിയ വ്യക്തിയാണ് അദ്ദേഹം. മലയാള സിനിമയിൽ ആദ്യമായി വിദേശ നിർമ്മാണ കമ്പനിയുമായി ചേർന്ന് പ്രൊഡക്ഷൻ ചെയ്ത വ്യക്തിയാണ് മോഹൻലാൽ. 1999 പുറത്തിറങ്ങിയ വാനപ്രസ്ഥം എന്ന ചിത്രം മോഹൻലാൽ നിർമ്മിക്കുന്നത് ഫ്രഞ്ച് നിർമ്മാതാവായ പിയറി അസോളിനുമായി കൈകോർത്തുകൊണ്ടാണ്. ഒരു ഇൻഡോ ഫ്രഞ്ച് സംരംഭം എന്ന നിലയിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച ആദ്യത്തെ മലയാള ചലച്ചിത്രം കൂടിയാണ്. Go away, stupid! In the house of my wife and daughter, you will not see any minute of the today. വാനപ്രസ്ഥം എന്ന ചിത്രത്തിലൂടെ ആ വർഷത്തെ 2 ദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയ നടൻ കൂടിയാണ് മോഹൻലാൽ. നിർമ്മാതാവ് എന്ന നിലയിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ഏറ്റുവാങ്ങിയതിനോടൊപ്പം തന്നെ ആ വർഷത്തെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് ഈ ചിത്രത്തിലെ മികച്ച പ്രകടനത്തിലൂടെ മോഹൻലാലിനെ തേടിയെത്തുകയും ചെയ്തു. മാത്രമല്ല, കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ ലഭിച്ചിട്ടുള്ള നടൻ കൂടിയാണ് മോഹൻലാൽ. TP ബാലഗോപാലൻ MA എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായി അദ്ദേഹം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഏറ്റുവാങ്ങിയത്. കിണ്ടി തരും ഞാൻ, കിണ്ടി. 30 ലക്ഷമല്ല 30 കോടി തരാന്ന് പറഞ്ഞാലും ആ പെണ്ണിനെ വളയ്ക്കാൻ നിനക്ക് ഞാൻ ട്യൂൺ തരുമെന്ന് കരുതിയോ? കളക്ഷൻ റെക്കോർഡുകളുടെ കാര്യത്തിൽ മോഹൻലാൽ ചിത്രങ്ങൾ തന്നെയായിരുന്നു എന്നും മുൻപിലുണ്ടായിരുന്നത്. ഇനിഷ്യൽ കളക്ഷനുകളുടെ കാര്യത്തിൽ മലയാളത്തിൽ ആദ്യമായി റെക്കോർഡ് നേടിയ ചിത്രം 1988 മോഹൻലാൽ നായകനായി പുറത്തിറങ്ങിയ 3-ാം മുറയായിരുന്നു. 1985 ഇറങ്ങിയ രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ സൂപ്പർ സ്റ്റാർ പദവി നേടി. അതിനുശേഷം റിലീസ് ചെയ്ത ആര്യൻ, 20-ാം നൂറ്റാണ്ട് എന്നീ ചിത്രങ്ങളുടെ ഗംഭീര വിജയത്തോടു കൂടി 3-ാം മുറ എന്ന ആക്ഷൻ ചിത്രത്തോടുള്ള പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്ക് അതിരില്ലായിരുന്നു. ആദ്യ ദിനങ്ങളിൽ നോർമൽ ഷോസിന് ടിക്കറ്റ് തികയാതെ വന്നതിനെ തുടർന്ന് എക്സ്ട്രാ ഷോസ് കൂടി ഉൾപ്പെടുത്തി ചരിത്രത്തിൽ ഇടം നേടിയ സിനിമ കൂടിയാണ് 3-ാം മുറ. കുട്ടിയെ മനസ്സിലായില്ലല്ലോ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ 366 ദിവസങ്ങൾ റെഗുലർ ഷോ കളിച്ച ഏക മലയാള ചിത്രം മോഹൻലാൽ നായകനായി എത്തിയ ഒരു സിനിമയായിരുന്നു. പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രം എന്ന സിനിമയായിരുന്നു അത്. മാത്രമല്ല, ആദ്യമായി മലയാള സിനിമയെ 50 കോടി റെക്കോർഡിൽ എത്തിച്ചതും ഒരു മോഹൻലാൽ ചിത്രമാണ്. ദൃശ്യം എന്ന ഈ സിനിമ ഏകദേശം എല്ലാ റെക്കോർഡുകളെയും തിരുത്തി 78 കോടിയോളം രൂപയാണ് നേടിയത്. നീ കലയണ്ടേ, ഞാൻ പുറത്തുപോയി നിറയെ തിരി വാങ്ങിച്ചോണ്ടരാ. എന്റെ കാശില്ല. എന്റെ കയ്യിലുണ്ട്.
മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ നിന്നും വിദേശ ചലച്ചിത്രങ്ങളിൽ നിന്നുമൊക്കെ കടമെടുത്ത കഥകൾ കൊണ്ട് ധാരാളം മലയാള സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു മലയാള സിനിമ വിദേശികൾ റീമേക്ക് ചെയ്യുക എന്നതിനെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അവിടെയും ഒരു മോഹൻലാൽ ചിത്രം ചരിത്രത്തിൽ ഇടം നേടി. മലയാളത്തിൽ വിജയമായി മാറിയ ദൃശ്യം എന്ന ചിത്രം കൊറിയൻ ഭാഷയിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു. ഇന്ത്യയിൽ ഏറ്റവും അധികം ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെട്ട ചിത്രം മോഹൻലാൽ നായകനായി എത്തിയ മണിച്ചിത്രത്താഴ് ആയിരുന്നു. തമിഴ്, തെലുങ്ക്, കന്നഡ, ബംഗാളി, ഹിന്ദി എന്നീ ഭാഷകളിൽ റീമേക്ക് ചെയ്ത ഈ ചിത്രം എല്ലാ ഭാഷകളിലും തന്നെ സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തു. വൈദ്യശാസ്ത്രത്തിന്റെ ആദ്യ പുസ്തകമായ അഷ്ടാംഗ ഹൃദയത്തിൽ വരെ ഈ മർമ്മറിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറിയില്ല? ഇല്ല? You go out. മലയാള സിനിമയെ ആദ്യ 100 കോടി ക്ലബിൽ എത്തിച്ച ചിത്രം മോഹൻലാൽ സിനിമയായ പുലിമുരുകനാണ്. അതുപോലെ തന്നെ ഒരു സൂപ്പർ സ്റ്റാർ, ഒരു സംവിധായകന്റെ കൂടെ ഏറ്റവും അധികം ചിത്രങ്ങൾ ചെയ്തു എന്ന റെക്കോർഡ് ലഭിച്ചിട്ടുള്ളതും മോഹൻലാലിനാണ്. മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ ഏകദേശം 45ഓളം ചിത്രങ്ങളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. എന്നാ പലർക്കും അത് അറിയത്തില്ല. ഈ പള്ളി വരുന്നവരോട് അച്ഛനാണെന്ന് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അത്രേ ഉള്ളൂ. നീണ്ട 45 വർഷത്തെ സിനിമാ ജീവിതത്തിൽ മോഹൻലാൽ അടുത്ത ഒരു ചുവടുവെപ്പിനായി ഒരുങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം ആദ്യമായി സംവിധായകനാകുന്ന ബറോസ് എന്ന 3D ചലച്ചിത്രം ഈ വരുന്ന ഡിസംബർ 24-ാം തീയതി റിലീസിനായി ഒരുങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം ആദ്യമായി തിരശ്ശീലയിലെത്തിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമ റിലീസ് ചെയ്തതും ഒരു ഡിസംബർ 25-നാണ് എന്നുള്ളത് കൗതുകകരമായ കാര്യമാണ്. പോലീസ് ഇല്ലായിരുന്നെങ്കിൽ നീ എന്താ ഓലത്തോ? ഇല്ല, നിന്നെ ഞാൻ മലത്തും. മലയാളികൾ പ്രായഭേദമന്യേ ഇത്രയധികം ആഘോഷിച്ചിട്ടുള്ള ഒരു നടൻ വേറെ ഇല്ല എന്ന് തന്നെ പറയുവാൻ സാധിക്കും. കടലിനെയും മോഹൻലാലിനെയും കണ്ടുനിന്നാൽ മതിയാവില്ല എന്നൊരു പറച്ചിൽ തന്നെ നമ്മൾ മലയാളികളുടെ ഇടയിലുണ്ട്. രാത്രികാലങ്ങളിൽ 3, 4 മാക്സിമം ഒരു 5 സ്മോൾ വരെ വീശും ഒഴിച്ചാൽ പ്രതിക്ക് വേറെ എന്താണ് ഒരു കുറവാണ്? എന്തുകൊണ്ടാണ് മലയാളികൾക്ക് മോഹൻലാൽ ഇത്രമാത്രം ആകർഷണീയനാവുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയുവാൻ ഒന്നും സാധിക്കുകയില്ല. ഒരു സിനിമാ താരത്തിന് വേണ്ട സൗന്ദര്യമോ രൂപഘടനയോ ശബ്ദഗാംഭീര്യമോ ഉയരമോ ഒന്നും തന്നെ ഇല്ലാതെ സിനിമയിലേക്ക് എത്തിയ ആളാണ് മോഹൻലാൽ. വില്ലനായി അഭിനയിച്ച തന്റെ ആദ്യ ചിത്രം മുതൽ കരിയറിന്റെ ആദ്യ നാളുകളിൽ നെഗറ്റീവ് ഷെയ്ഡുകളുള്ള കഥാപാത്രങ്ങളായിരുന്നു മോഹൻലാൽ കെട്ടിയാടിയിരുന്നത്. അന്നത്തെ കാലത്ത് പ്രേക്ഷകർ ഏറ്റവും അധികം വെറുപ്പോടും പേടിയോടും കണ്ടിരുന്ന ഒരു നടനായിരുന്നു മോഹൻലാൽ. ആ മോഹൻലാൽ അവിടെ നിന്നും ഇന്ന് നമ്മൾ മലയാളികൾ എല്ലാവരും ഒന്നടങ്കം ഇഷ്ടപ്പെടുന്ന ഒരു നടനായും വ്യക്തിയായും മാറിയിട്ടുള്ള ആ ഒരു വിസ്മയത്തെ നോക്കിക്കാണുവാൻ മാത്രമേ നമുക്ക് കഴിയൂ. ഞാൻ നിന്റെ തന്തയാടാ, തന്ത. അയ്യോ, ഒരാളുടെ തന്തയ്ക്കാണ് എന്തൊരു ആശ്വാസം. സിനിമയിലെത്തുമ്പോൾ താനൊരു സുന്ദരനല്ലായിരുന്നുവെന്ന് മോഹൻലാൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. കണ്ണാടി നോക്കുമ്പോൾ സ്വയം താനൊരു സുന്ദരനാണ് എന്ന് അദ്ദേഹത്തിന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല എന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുള്ളത്. പല സിനിമകളിലൂടെ പലവട്ടം ആളുകൾ കണ്ടു തന്നെ ഇഷ്ടപ്പെടുകയാണ് എന്നാണ് മോഹൻലാൽ നിരീക്ഷിക്കുന്നത്. ആ നിരീക്ഷണത്തിൽ നമുക്ക് തെറ്റു പറയുവാൻ സാധിക്കുകയില്ല. ഓരോ തവണ അദ്ദേഹത്തിനെ സിനിമയിലൂടെ കാണുമ്പോഴും പറിച്ചു മാറ്റാൻ പറ്റാത്ത വിധം ആഴത്തിൽ അദ്ദേഹം ഓരോ ആസ്വാദകന്റെയും ഹൃദയത്തിൽ പതിയുകയായിരുന്നു. സ്നേഹിക്കുന്നവരെ ദുഃഖിപ്പിക്കുന്ന തെറ്റല്ലേ അച്ചോ? മോഹൻലാലിനെ പോലെ മലയാളിയെ സ്വന്തം ജീവിതത്തിൽ ഇത്രമാത്രം സ്വാധീനിച്ച മറ്റൊരു നടൻ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. ദിവസത്തിൽ ഒരു തവണയെങ്കിലും അദ്ദേഹം അഭിനയിച്ച സിനിമയിലെ റെഫറൻസുകളോ ഡയലോഗുകളോ ബോഡി ലാംഗ്വേജോ അനുകരിക്കാത്തവരായി ഒരു മലയാളിയും ഇല്ല എന്ന് തന്നെ പറയാം. ഒരു ശരാശരി മലയാളിയുടെ രൂപവും ഭാവവും എല്ലാം മോഹൻലാലിൽ കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് അദ്ദേഹത്തെ മലയാളികളുടെ ഇടയിൽ ഇത്രമാത്രം പ്രിയങ്കരനാക്കി മാറ്റിയിരിക്കുന്നത്. മലയാളികളുടെ ഇഷ്ടവും സന്തോഷവും പ്രണയവും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മോഹൻലാൽ തിരശീലയിൽ എത്തിച്ചപ്പോൾ അവയെല്ലാം തന്നെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചവരാണ് നമ്മൾ. സിനിമയോട് അടങ്ങാത്ത ആഗ്രഹവും അഭിനിവേശവുമായി നിരവധി കഷ്ടപ്പാടുകളിലൂടെ സിനിമയിലേക്ക് കടന്നു വന്ന ആളുകൾക്ക് പോലും വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ സിനിമയിൽ നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അവിടെയാണ് മോഹൻലാൽ മറ്റൊരു അത്ഭുതമായി മാറുന്നത്. താൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് വേണ്ടി പ്രത്യേക മുന്നൊരുക്കങ്ങളൊന്നും ഇല്ലാതെയാണ് മോഹൻലാൽ അഭിനയിക്കാറ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ അഭിനയ സിദ്ധി ജന്മസിദ്ധമാണെന്ന് നമ്മൾ എല്ലാവരും വിശേഷിപ്പിക്കുന്നതും. ആദ്യമായി ആദം ഹൗവയെ കണ്ടുമുട്ടിയപ്പോൾ തുടങ്ങിയ മർമർ, the murmur of love. അറിയില്ല.
സിനിമയോട് വലിയ താല്പര്യമൊന്നുമില്ലാതെയാണ് മോഹൻലാൽ എത്തിയതെങ്കിലും പിന്നീട് സിനിമയിൽ തികച്ചും അച്ചടക്കമുള്ള കഠിനാധ്വാനിയായ ഒരു നടനായി മാറുവാൻ ബോധപൂർവം അദ്ദേഹം ശ്രമിക്കുകയുണ്ടായി. സമയനിഷ്ഠയും ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥതയും മോഹൻലാലിന്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട സവിശേഷതകൾ തന്നെയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം സിനിമാ ലോകത്തിന്റെയും നമ്മുടെയും പ്രിയപ്പെട്ടവനായി നിലകൊള്ളുന്നത്. അത് പിന്നെ ഞങ്ങൾ ഹിന്ദുസിന്റെ ഒരുതരം ജുമയാണ്. ചുമ്മാ ഹിന്ദുക്കളുടെ ജുമ. എന്നാ പിന്നെ രാവിലെ ബ്രഷ് ആയിട്ട് തുടങ്ങാം. എന്ത് പറയുന്നു? നിലവിൽ ഏറ്റവും അധികം സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയ നടൻ കൂടിയാണ് മോഹൻലാൽ. മികച്ച നടനുള്ള അവാർഡ് 6 തവണയാണ് അദ്ദേഹം കരസ്ഥമാക്കിയത്. അപ്പൊ നമ്മൾ പിരിയാണല്ലേ? ഓക്കെ, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാണാം. പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ലാലേട്ടന്റെ വിശേഷങ്ങൾ ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു താരത്തിന്റെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. Till then, this is Angel Mary signing off. What a beautiful name. Take care.